സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇനി അങ്ങോട്ടൊരു നല്ല കാലമാണ്. ഒരു ലോഡ് സിനിമകളാണ് റിലീസിന് വേണ്ടി റെഡി ആയിട്ടുള്ളത്. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ച് ആവശ്യം വരും. അപ്പൊ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന മേജർ സിനിമകളും അതിന്റെ റിലീസ് ഡേറ്റ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. മാർവലിന്റെ തണ്ടർ ബോൾസ് ഇപ്പോൾ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ റണ്ണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 17th മെയിന് നമ്മുടെ ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ 8th പാർട്ട് വരുന്നുണ്ട്, ഡെത്ത് റെക്കനിങ് എന്നുള്ളത്. അതിന്റെ ട്രെയിലറും ഒരു ഇതൊക്കെ കണ്ടിട്ട് അവസാനം എന്തോ കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ജൂൺ 6th ബാലറീന ഇറങ്ങുന്നുണ്ട്, ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ്. ആന ഡി ആർമാസ് ആണ് ആ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ജോൺ വിക്കും വരുന്നുണ്ട് സിനിമയിൽ. 13 ജൂണിൽ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ലൈവ് ആക്ഷൻ വരുന്നുണ്ട്. 20 ജൂണിൽ 28 years later ഇറങ്ങുന്നുണ്ട്. ഈ ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു പ്രോമിസിങ് സംഭവമായിട്ട് അതും തോന്നുന്നുണ്ട്. ഇനി ജൂൺ 27 വൻ ബഡ്ജറ്റിൽ വരുന്ന ബ്രാഡ് പിറ്റിന്റെ F1 റേസിംഗിന്റെ സിനിമ F1 ഇറങ്ങുന്നത്. 400 മില്യൺ എന്തോ ആണ് അതിന്റെ ബഡ്ജറ്റ്. ഒരു 1.5 സിനിമയായിരിക്കും അത് എന്തായാലും. ജൂൺ കഴിഞ്ഞു. ഇനി ജൂലൈയിലാണ് ഒരു പൂരം തന്നെ നടക്കുന്നത്. 4 ജുറാസിക് വേൾഡിന്റെ റീബർത്ത് ഇറങ്ങുന്നുണ്ട്. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞ് 11 സൂപ്പർമാൻ ഇറങ്ങുന്നുണ്ട്. ജെയിംസ് ഗണ്ണിന്റെ സിനിമയാണ്, വൻ ഹൈപ്പിലാണ് അതും വരുന്നത്. 18 ജൂലൈയിൽ ആരി ആസ്റ്ററിന്റെ എഡിങ്ടൺ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ഇന്ത്യ റിലീസ് ഉണ്ടോന്ന് അറിയില്ല, ഇറങ്ങുന്നുണ്ട് എന്തായാലും. ഇനി 25 ജൂലൈ നമ്മുടെ മാർവലുകാരന്റെ ഏറ്റവും വലിയ സിനിമ ഈ കൊല്ലത്തെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ഇറങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 26 ഡിക്കാപ്രിയോന്റെ പോൾ തോമസ് ആൻഡേഴ്സന്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഒക്ടോബർ 10 ട്രോണിന്റെ പുതിയ സിനിമ ആരിസ് വരുന്നുണ്ട്. ഇനി ഈ കൊല്ലം അവസാനം ഡിസംബർ 19 നമ്മുടെ അവതാറിന്റെ ഫയർ ആൻഡ് ആഷോ ഇറങ്ങുന്നുണ്ട്. മേജർ സിനിമകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം.